ഗൈസ് വളരെ മനോഹരമായിട്ടൊരു ദൃശ്യ വിരുന്നാണ് നമുക്കിവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതെ, വന്ന ഇത് വരവ് കണ്ടിട്ട് ബാക്കിൽ വരുന്ന 3 ആൾക്കാർക്ക് കൂടെ വഴി തെറ്റിയിട്ടുണ്ട്. അവർ വരുന്നുണ്ട്. ഇനി തിരിച്ചെങ്ങനെ വീട്ടിലേക്ക് എത്തുമെന്ന് ഒരു പിടിയില്ല. നമ്മൾ നടക്കുന്ന വഴിയിൽ കണ്ട ഒരു കിഡിന് ഒരു പുൽ മൈതാനം, ഫുൾ പച്ചപ്പും ചള്ളവെള്ളവും. പക്ഷെ ഒരു അയ്യോ ലോക്കായി. ഓളപ്പെടുത്തക്കാരൻ ഇൻ ദ ടൗൺ കിട്ടുന്നില്ല. ഇതാണ് ഗൈസ് നമ്മൾ അയ്യോ ചാടിപ്പോയി. ഇതാണ് തവള. ഓക്കെ, തള്ളക്കുഴിയുള്ള ട്രക്കിനകത്ത് വെള്ള ചെരുപ്പും വെള്ള ഷർട്ടും ഇട്ട് വന്നേക്കോ വിഷ്ണു മഹാൻ. മുടുക്കൻ എന്നൊക്കെ പറഞ്ഞ മുടുമുടുക്കൻ. അതെ, മാക്സിമം നോക്കുന്നുണ്ട് വഴി തെറ്റിക്കാൻ വേണ്ടി. ഗായ്സ്, നമ്മളൊക്കെ സ്വന്തമായി വഴി വെട്ടി വരുന്നവരാ അല്ലേ? അതുകൊണ്ട് ഉള്ള വഴി കൂടെ പോവാതെ നമുക്ക് തോന്നുന്ന വഴി കൂടെ ഒക്കെ പോവാ. ഒരു കുരങ്ങ്. ബട്ടർഫ്ലൈ ബീച്ചിൽ പോയി തിരിച്ചു വരുന്ന വഴി നമ്മൾ ഒരുപാട് വൈൽഡ് ലൈഫ് സൈറ്റിങ് കണ്ടു. ആദ്യം നമ്മളൊരു കാട്ടുകുരങ്ങനെ കണ്ടു. അതിനുശേഷം ഒരു ലോഡ് കാട്ടുപോത്തുകൾ കിടന്ന് നീരാടുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു കൂട്ടം കാട്ടുപോത്തുകളുടെ ഒരു നിരന്തരമായിട്ടുള്ള ഒരു കുളിസീനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെളി വെള്ളത്തിൽ കിടന്ന് ആർമാദിക്കുകയാണ് അവർ, ആർമാദനം. ഇപ്പോൾ സായബങ്കർ ഒരു ഗാനം വെക്കുകയാണ്. ഇത് കാട്ട് പോത്ത് വെള്ളത്തിൽ കിടക്കാതെ എണ്ണീറ്റ് പോ, ഇത് കാട്ട് പോത്ത്. ഗൈസ്, ഇത് കണ്ടില്ല ഒരു നീല കളർ വെള്ളം കേട്ടോ. നമ്മൾ മേഘാലയൊക്കെ കാണുന്ന ടൈപ്പ് ഒരു വെള്ളം. അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ അരുവി പോലെ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കാലിലെ ചെളിയും പാനിലെ ചെളിയെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി എല്ലാം ക്ലീനായി. ഇനി വീണ്ടും ചെളിയാക്കാം. കമോൺ.